പ്രശസ്ത എഴുത്തുകാരിയും അഭിനേത്രിയുമായിരുന്ന സ്നേഹലത റെഡ്ഡിയുടെ ഒരു പുസ്തകമാണ് സീത. അതെ, രാമപത്നിയായിരുന്ന, രാമായണ കഥാപാത്രമായിരുന്ന അതേ സീത. രാമരാവണ യുദ്ധത്തിനു ശേഷം രാമന്റെയും സീതയുടെയും ബന്ധത്തിലുണ്ടാവുന്ന വിള്ളലുകളാണ് ഈ ഒരു പുസ്തകത്തിൽ നാം കാണുന്നത്. യുദ്ധം കഴിഞ്ഞു സീതയെ തിരികെ കൊണ്ടുപോരാൻ ആരെങ്കിലും ചെല്ലാണ്. എന്നാൽ രാമൻ അതിന് തയ്യാറാവുന്നില്ല. പകരം ഹനുമാനെയാണ് അയക്കുന്നത്. അശോകവനത്തിൽ ഏകാന്തതയുടെ അങ്ങേയറ്റം അനുഭവിച്ചു നിന്നിരുന്ന സീതയ്ക്ക് ഇത് കൂടുതൽ മനോവിഷമമുണ്ടാക്കുന്നു. എങ്കിലും അവൾ ഹനുമാനോടൊപ്പം ചെല്ലുന്നു. തന്റെ പാതിയെ കാണാൻ അത്രമേൽ ആഗ്രഹിച്ച് ചെല്ലുന്ന അവൾക്ക് നേരിടേണ്ടി വരുന്നത് വളരെ കടുത്ത അപമാനമായിരുന്നു. രാമന്റെ പക്കലെത്തി അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും രാമൻ തയ്യാറാകുന്നില്ല. തന്നിൽ നിന്ന് എന്തുകൊണ്ടാണ് രാമൻ അകന്നു പോയതെന്ന് സീത ആലോചിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കും രാമൻ അവളോട് തുറന്നു പറയുന്നു. സീതയുടെ പാതിവൃത്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട്. അവൾ അഗ്നിപരീക്ഷയ്ക്ക് വിധേയയാവണം, സ്വയം തെളിയിക്കണം. ഇത് സീതയെ തകർത്തു കളയുന്നു. തന്റെ പ്രജകൾക്കും തന്റെ പാതിക്കും തന്നെ ഇത്രമേൽ സംശയമുണ്ട് എന്നുള്ളത് അവളെ കടുത്ത നിരാശയിലാക്കുന്നു. അങ്ങനെ അഗ്നിപരീക്ഷയുടെ ദിവസം എത്തുന്നു. സീത സഭയിലെത്തുന്നു. എന്നാൽ അവൾ അഗ്നിപരീക്ഷയ്ക്ക് വിസമ്മതിക്കുന്നു. ശേഷം സ്ത്രീത്വത്തിന്റെ മഹത്വത്തെ പറ്റി സംസാരിക്കുന്നു. സ്ത്രീ ഒരിക്കലും പുരുഷന് കീഴെയല്ലെന്നും പുരുഷന് തുല്യാണെന്നും അവൾ പറയുന്നു. അടിച്ചമർത്തപ്പെട്ട സ്ത്രീത്വത്തെയും അതിന്റെ അവകാശങ്ങളെയും മാനിക്കാൻ സമൂഹത്തോട് ആവശ്യപ്പെടുന്നു. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു. തന്നെ മനസ്സിലാക്കിയ, തന്നെ ഒരു സുഹൃത്തായി കണ്ട, താൻ പറയുന്നത് കേൾക്കാൻ ഒത്തിരി സമയം മാറ്റിവെച്ച രാവണന്റെ ചിതയിലേക്ക് സീത നടക്കുന്നതോടെ കഥ അവസാനിക്കുന്നു. നാം എല്ലാം കണ്ടിട്ടുള്ളത് രാമൻ നായകനായ രാമായണത്തെയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി രാവണനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു പുസ്തകമാണെന്ന് തന്നെ പറയും. സീത തകർന്നിരിക്കുന്ന അവസ്ഥയിലും സീതയെ ആശ്വസിപ്പിക്കാനായി എത്തുന്നത് രാവണന്റെ ആത്മാവാണ് എന്ന് സ്നേഹലത റെഡ്ഡി പറയുന്നു. സ്ത്രീത്വത്തെ പറ്റി, അവൻ നേരിടുന്ന അപമാനങ്ങളെ പറ്റി എല്ലാം ഈ ഒരു പുസ്തകത്തിലൂടെ സ്നേഹലത റെഡ്ഡി തുറന്നു കാട്ടുന്നു. സ്നേഹമാണ്, വിശ്വാസമാണ് മറ്റെന്തിനേക്കാളും വലുത് എന്ന ഒരു സ്നേഹമാണ്, വിശ്വാസമാണ് എല്ലാത്തിനേക്കാളും വലുത് എന്നൊരു സന്ദേശം കൂടി നൽകിക്കൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. കുട്ടികൾക്ക് വായിക്കാൻ ഒത്തിരി നല്ല, എന്നാൽ ആരും അധികം വായിച്ചു കണ്ടിട്ടില്ലാത്ത ഒരു പുസ്തകമാണിത്. ഇത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഇതൊന്ന് വായിച്ചു നോക്കും.